കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാരാണ് നിലവിലുള്ളത് എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. പക്ഷേ ഈ സർക്കാരിന്റെ മേൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഈ സർക്കാരിനെ നയിക്കുന്ന CPM-നോ ഒരു പങ്കാളിത്തവുമില്ല, അല്ലെങ്കിൽ ഒരു സ്വാധീനവുമില്ല, ഒരു നിയന്ത്രണവുമില്ല എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ അവസാനം വന്നിരിക്കുന്ന സ്മാർട്ട് സിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ പോലും, CPM-ലെ പ്രധാന നേതാക്കൾക്കിടയിൽ പോലും ഗവൺമെന്റിന്റെ ഈ പ്രവർത്തനത്തിന് എതിരായിട്ടുള്ള മനോഭാവം ഉയർന്നു വരുന്നുണ്ട് എന്നാണ് അറിയുന്നത്. സ്മാർട്ട് സിറ്റി എന്ന ആ പദ്ധതിയിലെ ദുബായ് കേന്ദ്രമായിട്ടുള്ള ടീകോം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത് ടീകോമിനെ ഒഴിവാക്കാൻ വേണ്ടി മന്ത്രിസഭ തീരുമാനമെടുത്തത് നയപരമായ ഒരു തീരുമാനമാണ്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളവും അതൊരു നയപരമായ തീരുമാനം തന്നെയാണ്. പക്ഷേ ആ നയപരമായ തീരുമാനം എടുക്കേണ്ടത് മുന്നണിയും പാർട്ടിയുമായിരിക്കെ ഇവരാരും അറിഞ്ഞിട്ടില്ല, മുന്നണിയും അറിഞ്ഞിട്ടില്ല, പാർട്ടിയും അറിഞ്ഞിട്ടില്ല. ഇത് മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കുകയുണ്ടായത്. മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം മിണ്ടാതെ ഏറാൻ മൂളികളായി ഇരുന്നു എന്നതാണ് അതാത് പാർട്ടി ഘടകങ്ങളിൽ നിന്നുള്ള പാർട്ടി നേതാക്കളുടെയും ഉള്ളിൽ അവരിപ്പോ മുറിവുറുക്കുന്നത്. ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു മര്യാദ പാലിക്കണം എന്നുള്ളത് കൊണ്ട് അവരാരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടീകോമായുള്ള ഇടപാടിൽ ഇപ്പൊ വരുത്തിയിരിക്കുന്ന ഈ നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കാം, ഇങ്ങോട്ട് നഷ്ടപരിഹാരം വാങ്ങാമെന്ന വ്യവസ്ഥ ഈ കരാർ വ്യവസ്ഥയിലെ 722 വകുപ്പ് പ്രകാരം ഇങ്ങോട്ട് നഷ്ടപരിഹാരം ടീകോമിൽ നിന്ന് വാങ്ങാമെന്ന വ്യവസ്ഥ ഉണ്ടെങ്കിലും ആ വ്യവസ്ഥ പാലിക്കാതെ അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് അവരെ മാറ്റുന്നതിൽ വൻ അഴിമതിയുണ്ട്, വൻ ക്രമക്കേടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യത്തിൽ അത് പാസ്സാക്കി എടുത്തിരിക്കുന്നത്. CPI-യുടെ മന്ത്രിമാര് പോലും ഇതിനെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പക്ഷേ CPI എന്ന പാർട്ടിക്ക് അക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. കാരണം ഇത് ഒരു മുന്നണി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കേണ്ടതായിരുന്നു. മുന്നണി ചർച്ച ചെയ്യാനുള്ള അനുവാദം കൊടുത്തില്ല. കുറെ കാലമായി പാർട്ടിയിൽ ഈ ഭരണം എന്ന് പറയുന്നത് ഒരു തോന്നിവാസം, മുഖ്യമന്ത്രിയുടെ തോന്നിയവാസമാണ് നടക്കുന്നത്. തോന്നിയവാസം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് തോന്നുന്നത് നടത്തും. അതെന്തായാലും മന്ത്രിസഭയിൽ കൊണ്ടുവരും, മുഖ്യമന്ത്രി അവതരിപ്പിക്കും. മറ്റു മന്ത്രിമാർ ഒന്നും മിണ്ടാതെ CPI-യുടെ മന്ത്രിമാർ പുറത്തിറങ്ങി വീറും വാദമൊക്കെ ഉയർത്തുമെങ്കിലും മന്ത്രിസഭയ്ക്കകത്ത് CPI-യുടെ മന്ത്രിമാർ പോലും മിണ്ടാറില്ല. അവര് ഇത് അംഗീകരിച്ചു കൊടുത്തു, പാസ്സാക്കി എടുത്തു. എന്നാൽ ഇത് പാർട്ടി അറിഞ്ഞിട്ടുണ്ടോ, പാർട്ടിയുടെ അനുവാദമുണ്ടോ എന്ന് ഒന്ന് തിരക്കാനുള്ള ഒരു സാമാന്യ രാഷ്ട്രീയ ബോധം CPI-യുടെ മന്ത്രിമാർക്കുണ്ട്. പക്ഷേ അവരത് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ഈ മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ തീരുമാനങ്ങളുടെ പിന്നിലും ഈ പാർട്ടി വേണമെന്നും പാർട്ടിയുടെ അനുവാദം വേണമെന്നും പറഞ്ഞാൽ കാര്യം നടക്കില്ല. കാരണം ഒരു മന്ത്രിസഭയ്ക്ക് ഒരു സ്വതന്ത്ര അധികാരമുണ്ട്. സ്വതന്ത്രമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ കെൽപ്പുള്ളവരെയാണ് മന്ത്രിമാരായിട്ട് പാർട്ടി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള ഈ നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പാർട്ടി അറിയുന്നില്ല? ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത് CPM-ന്റെ സെക്രട്ടേറിയറ്റ് ഈ വാർത്തകൾ പുറത്തു വരികയും വിവാദമായതിനും ശേഷം ഈ സ്മാർട്ട് സിറ്റിക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത് അവരെ ഒഴിവാക്കാൻ വേണ്ടി മന്ത്രിസഭ തീരുമാനിച്ചതിന് ശേഷം അത് വലിയ ചർച്ചയായി, വലിയ വിവാദമായി. അതിനകത്ത് പാർട്ടിക്കുള്ളിലും ചില അഭിപ്രായ മുറിവുറുപ്പുകൾ ഉണ്ടായി. പക്ഷേ അതിനുശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ടും ഈ വിഷയം ചർച്ച ചെയ്തില്ല. അതാണ് അതിൽ പ്രത്യേകത. എന്തിനാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തിലെ പാർട്ടി ഘടകമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും അറിയാതെയാണ് മന്ത്രിസഭ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന് പാർട്ടി പറയുന്ന ഒരു ന്യായീകരണമുണ്ട് കേട്ടോ. മുഖ്യമന്ത്രിയും അതുപോലെ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവും അന്ന് സെക്രട്ടേറിയറ്റ് പങ്കെടുത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ചർച്ച ചെയ്യാത്തതെന്നാണ്. പക്ഷെ എങ്കിൽ പോലും അവർക്ക് അവിടെ അവരോട് എന്താണ് കാര്യങ്ങളെന്നതിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി ചർച്ച ചെയ്യാം. പാർട്ടി ബോഡിയാണ്,
ചർച്ച ചെയ്യാം. പക്ഷേ ചർച്ച ചെയ്താൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ അവർക്ക് ചർച്ച ചെയ്യാനുള്ള ധൈര്യമുള്ളൂ. കാരണം മുഖ്യമന്ത്രി അവിടെ ഉണ്ട്. ഏമാൻ അവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് പറയുമ്പോൾ ഏമാൻ എഴുതി എന്നിട്ട് അതിന്റെ തീരുമാനത്തിന്റെ വിശദീകരണങ്ങൾ പറയും. അപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആരും മിണ്ടാതെ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കും, പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ. അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിക്ക് പോലും ഇത്തരം വിഷയം എടുക്കാൻ താല്പര്യമില്ലാത്തത്. എന്നാൽ സാങ്കേതികമായിട്ട് അത് പറയുന്നതിന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രി ഇല്ലാത്തത് കൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നാണ്. ഒരുപക്ഷെ സാങ്കേതികമായിട്ട് ശരി തന്നെയായിരിക്കും. പക്ഷേ പാർട്ടി ഇങ്ങനെ കൈയൊഴിയാമോ ഒരു ഗവൺമെന്റിനെ? ഇടതുപക്ഷ ഗവൺമെന്റ്, അത് ഏത് ഗവൺമെന്റ് ആയിരുന്നു, പ്രത്യേകിച്ച് ഇടത് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പാർട്ടി ഓഫീസിലെ AK സെന്ററിന്റെ നിയന്ത്രണമുള്ളതെന്നാണ് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് VS അച്യുതാനന്ദൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് കാര്യത്തിനും ഒരു ചെറിയ വിഷയം പോലും മന്ത്രിസഭയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പരിപൂർണമായിട്ടും പിണറായി വിജയൻ സെക്രട്ടറി ആയിട്ടുള്ള പാർട്ടി AK സെന്ററാണ് ഭരണത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അതെല്ലാം പോയിരിക്കുന്നു. ഇപ്പോൾ പാർട്ടിയും പിണറായി വിജയനാണ്, ഭരണവും പിണറായി വിജയനാണ്. CPIയുടെ മന്ത്രിമാർക്കും ചില തീരുമാനങ്ങൾ കൊണ്ടുവന്ന് പാസ്സാക്കിയതിനു ശേഷമാണ് പുറത്തിറങ്ങിയിട്ട് അതിനെക്കുറിച്ച് മോശമായി പറയുന്നത് നേതാക്കൾ പറയുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സ്മാർട്ട് സിറ്റി എന്താണ് എന്ന് പറയാം. ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോകുന്നു. കേരളം വലിയ വ്യവസായ നാടായി മാറാൻ പോകുന്നു. ദുബായ് കേന്ദ്രമാക്കിയിട്ടുള്ള വലിയ ഒരു വ്യവസായ കേന്ദ്രം, ടീകോം ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നവർ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുന്നു. അങ്ങനെ നമ്മൾ കുറച്ചു കാലം മുമ്പ് വലിയ ഇൻവെസ്റ്റ്മെന്റ് സമ്മേളനങ്ങളൊക്കെ ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. വലിയൊരു മഹാസമ്മേളനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അതും ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കിയാണ് നമ്മൾ വലിയ വലിയ കേരള സദസ്സുകളും വലിയ വലിയ സമ്മേളനങ്ങളും വിളിച്ചു കൂട്ടി ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും. എന്തായാലും നമ്മുടെ നാട് ഒരു വ്യവസായ നാടായിട്ട് വളരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ജനങ്ങളും അതിന്റെ കൂടെ ഒപ്പം നിൽക്കാറുണ്ടായി. നമ്മൾ കോടികൾ മുടക്കിയിട്ടും നമുക്ക് എന്തെങ്കിലും ഗുണം എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദുബായ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ കമ്പനി കേരളത്തിൽ സ്മാർട്ട് സിറ്റി തുടങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവര് വരികയും, അങ്ങനെ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു. ഈ ഉമ്മൻചാണ്ടിക്ക് മുമ്പ് തന്നെ ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ആശയം രൂപപ്പെട്ടത് AK ആന്റണിയുടെ കാലത്താണ്. AK ആന്റണിയും അന്ന് കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയാണെന്നാണ് എന്റെ ഓർമ്മ. ഈ കുഞ്ഞാലിക്കുട്ടിയും AK ആന്റണിയും ചേർന്നാണ് അത്തരത്തിലൊരു രൂപരേഖ തന്നെ നമുക്കൊരു നല്ലൊരു സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന കൊച്ചിയിൽ വലിയൊരു വ്യവസായ സ്ഥലം വേണം, വലിയ ഗംഭീരമായിട്ടൊരു സ്ഥാപനം വേണം. കേരളത്തിൽ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്ക് പോലെ വലിയൊരു വ്യവസായ കേന്ദ്രം, IT മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാപനം വേണം. അങ്ങനെയാണ് സ്മാർട്ട് സിറ്റിക്ക് ഒരു രൂപം കൊടുക്കുന്നത്. AK ആന്റണിയും കുഞ്ഞാലിക്കുട്ടിയും കൂടെ ചേർന്നു. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതിനെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും മറ്റൊരു ദുബായ് കമ്പനി പഠനത്തിന് സാധ്യതകളെ കുറിച്ചുള്ള പഠനം നടത്താൻ വേണ്ടി ക്ഷണിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ദുബായ് ഇന്റർനെറ്റ് സിറ്റി എന്ന് പറയുന്ന സ്ഥാപനത്തിനാണ് ഒരു പഠനം നടത്താൻ, ഈ ഒരു സ്മാർട്ട് സിറ്റിയെ കുറിച്ച് പഠനം നടത്താനുള്ള ഒരു ചുമതല കൊടുക്കുകയും അത് പഠനം നടത്താൻ എത്തുകയും ചെയ്യുന്നു. ഈ സമയത്ത് പ്രതിപക്ഷമായിരുന്ന CPMന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നു. ഈ പഠനം നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം VSന്റെ ഇടതു മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന കൊച്ചി ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിനെ വിറ്റ് തുലയ്ക്കാനും അത് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് കൂടുതൽ കൊച്ചിയിലെ ഭൂമി വിട്ടുകൊടുക്കാനുമുള്ള ഒരു കളിയാണ്, ഒരു അന്തർനാടകമാണ് ഇത്. അതുകൊണ്ട് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇടതുമുന്നണി കൊണ്ടുവന്ന ഇൻഫോ പാർക്കിനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട്, അതിനെ കച്ചവടം അടിക്കാൻ വേണ്ടിയിട്ട്, അതിന് റിയൽ എസ്റ്റേറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പഠനം നടത്തുന്നത്. പഠനം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അന്ന് പ്രതിപക്ഷമായിരുന്ന CPM ഇതിനെതിരെ എതിർക്കും. നോക്കുക, നമ്മുടെ നാട്ടില് വലിയ വ്യവസായം കൊണ്ടുവരാൻ വലിയ താല്പര്യത്തോടു കൂടി നമ്മൾ കോടികൾ മുടക്കി സമ്മേളനങ്ങൾ നടത്തി അവരെ ഇവിടെ കൊണ്ടുവന്ന് വലിയ വലിയ ഹോട്ടലുകളിൽ താമസിപ്പിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് സമ്മേളനം നടത്തി അവർക്ക് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണിച്ച് അങ്ങനെ കോടികൾ മുടക്കിയതിനു ശേഷമാണ് ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പദ്ധതി നമ്മൾ കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ ഈ രാഷ്ട്രീയ കളി, രണ്ട് മുന്നണിയിൽ നിന്നുള്ള രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ട് ഒന്നും നടക്കാതെ പോകുന്നതാണ്. ഇപ്പോഴൊന്നും നടന്നിട്ടില്ല. ഇത്ര വർഷമായിട്ട് 2003 ഏക്കന്റെ കാലത്ത് വിഭാവന തുടങ്ങി. അത് കഴിഞ്ഞ് 2007 അതിന്റെ കരാർ ഒപ്പുവയ്ക്കുന്നു. 2007 കരാർ ഒപ്പുവെച്ചതിനു ശേഷം 2016 നവംബർ 15 കരാർ ഒപ്പുവയ്ക്കുന്നു. 2007 നവംബർ 16 തറക്കല്ലിടുന്നു. അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് പഠനം നടത്താൻ വേണ്ടിയിട്ട് ഒരു ദുബായ്
ഇന്റർനെറ്റ് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ പഠനത്തിനായിട്ട് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഇതെല്ലാം അതിനെ വീണ്ടും സമരമാകുന്നു, സമരമായി നടത്താമാകുന്നു. അങ്ങനെ ഈ പഠനവും ആ സ്മാർട്ട് സിറ്റി എന്ന പദ്ധതിയും ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞു പോകുന്നു. 2011 ജനുവരി വരെയും ഒരു കാര്യവും നടക്കാതെ ഈ രാഷ്ട്രീയ തർക്കങ്ങൾ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും സമരങ്ങൾ കൊണ്ടും പ്രതിഷേധം കൊണ്ടും ഇതൊന്നും നടത്താൻ പറ്റാതെ ആയി പോകുന്നു. അത് കഴിഞ്ഞ് 2011 ഫെബ്രുവരി ആയപ്പോൾ വീണ്ടും ഇടതുമുന്നണി സർക്കാർ വരുന്നു. 2011 ജനുവരി വരെ അനിശ്ചിതാവസ്ഥയിൽ വരികയും പിന്നീട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ചില വ്യവസ്ഥകളുണ്ട് ഈ കാലഘട്ടത്തിൽ. ആ വ്യവസ്ഥകളെല്ലാം എടുത്തു കളഞ്ഞിട്ട് പിന്നെ അച്യുതാനന്ദൻ ഗവൺമെന്റ് വരുന്നു. അങ്ങനെ അച്യുതാനന്ദൻ ഗവൺമെന്റ് വന്നപ്പോൾ 2011 ഫെബ്രുവരി 2-ാം തീയതി വീണ്ടും സ്മാർട്ട് സിറ്റി പദ്ധതി കരാർ ഒപ്പുവയ്ക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു കാലഘട്ടം ഇതാണ്. അപ്പൊ അങ്ങനെ കരാർ ഒപ്പുവയ്ക്കുന്നു. അപ്പോഴേക്കും ഇതാ ഞങ്ങൾ കൊണ്ടുവന്നു ഇടതുമുന്നണി. അവർ റിയൽ എസ്റ്റേറ്റുകളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഇൻഫോ പാർക്കിനെ തകർക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ ആ വ്യവസ്ഥകളെല്ലാം എടുത്ത് കളഞ്ഞുകൊണ്ടുതാ നമ്മൾ കേരളത്തിന് വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവരുന്നതാണ് അന്ന് അച്യുതാനന്ദൻ ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും സ്മാർട്ട് സിറ്റിക്ക് ഫെബ്രുവരി 2012 ഫെബ്രുവരി 2-ന് പിന്നെ കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ കേരളത്തിൽ വിചാരിച്ചു ഇനി സ്മാർട്ട് സിറ്റി ഉണ്ടാക്കണം. ഇതിന്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാല് 90,000 തൊഴിലുകൾ നൽകുമെന്നാണ് അന്ന് VS അച്യുതാനന്ദന്റെ കാലത്ത് പറഞ്ഞത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 90,000 തൊഴിലുകൾ കൊടുക്കും. അത്ര വലിയൊരു വ്യവസായ ശൃംഖലയാണ് ഈ സ്മാർട്ട് സിറ്റിയിൽ വരാൻ പോകുന്നത്. നമ്മുടെ കേരളം രക്ഷപ്പെടും. നമ്മുടെ ആൾക്കാർ തൊഴിലിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലും പിന്നെ ഹൈദരാബാദിലും പിന്നെ മൈസൂരിലും ഒന്നും പോകേണ്ട കാര്യമില്ല, ബോംബെയിൽ പോകേണ്ട കാര്യമില്ല, ഗൾഫ് രാജ്യങ്ങളിൽ പോകേണ്ട കാര്യമില്ല. നമ്മൾക്ക് 90,000 തൊഴിൽ സാധ്യതകളുള്ള വലിയൊരു സ്മാർട്ട് സിറ്റി വന്നിരിക്കുന്നത് അച്യുതാനന്ദന്റെ ഗവൺമെന്റും അച്യുതാനന്ദനും പാർട്ടിക്ക് വലിയ ഗംഭീരമായി പറഞ്ഞത്. അങ്ങനെ 2011 ഫെബ്രുവരി 2-ന് ഇത് കരാർ ഒപ്പുവയ്ക്കുന്നത്. അങ്ങനെ ഈ ടികോം കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ടാണ് കരാർ ഒപ്പുവയ്ക്കുന്നത്. അങ്ങനെ കരാർ വെച്ച് അതിന് പിന്നെ 8.8 ലക്ഷം ചതുരശ്ര മീറ്റർ ഭൂമിയാണ് ഇതിനു വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായത്. ഇതാണ് നമ്മൾ സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനം. അങ്ങനെ സ്മാർട്ട് സിറ്റി ഇപ്പോ പിന്നെ എന്താ പറയാ ടികോമിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ടികോമിന്റെ ഭാഗമായി അവർ നടത്താനിരുന്ന ഈ പദ്ധതികളൊന്നും സമയത്ത് നടക്കാതെ വന്നപ്പോൾ കേരള ഗവൺമെന്റ് അവരോട് വച്ചൊഴിഞ്ഞിട്ട് ഇറങ്ങി പോകാൻ പറയുന്നു. അതും ഒരു മുന്നറിയിപ്പുമില്ലാതെ അവരോട് പറയുന്നു എന്നാണ് വരുന്നത്. പക്ഷേ ഈ കരാർ വ്യവസ്ഥകൾ ഈ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച, അതായത് ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന വ്യവസ്ഥകളിലെല്ലാം കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് VS അച്യുതാനന്ദ കാലത്ത് പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവന്ന് കരാർ ഒപ്പിട്ടത്. കരാർ ഒപ്പിട്ടപ്പോൾ ഈ പദ്ധതി തുടങ്ങി എല്ലാം സർക്കാരെല്ലാം പദ്ധതിയും തുടങ്ങി അതിന്റെ എല്ലാം കൊടുത്തതിന് ശേഷം 10 വർഷക്കാലത്തേക്കാണ് ടികോമിന് അവിടെ കമ്പനികൾ നടത്താനുള്ള അനുവാദം കൊടുത്തത്. പക്ഷേ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന് തുടങ്ങണം എന്നത് ഈ കരാർ അന്ന് പിറ്റന്ന് തന്നെ, അതായത് നവംബർ 16 തന്നെ അവിടെ തറക്കല്ലിട്ട് തുടങ്ങിയെങ്കിൽ പോലും പ്രവർത്തനം തുടങ്ങിയപ്പോലും എന്ന് തീർക്കണം എന്നത് കരാറിൽ ഒപ്പുവച്ചിട്ടില്ല. അതായത് സ്മാർട്ട് സിറ്റി പദ്ധതി ഈ ടികോം കമ്പനിയുമായിട്ട് കരാർ വയ്ക്കുമ്പോൾ ഈ കരാറിൽ എന്ന് ഈ പദ്ധതി തീർക്കണം, സമയബന്ധിതമായി തീർക്കണം, ഇത്ര ദിവസം കൊണ്ട് ഇത്ര ദിവസം വരെ 5 വർഷമോ 3 വർഷമോ 4 വർഷമോ അത് ആ ദിവസം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കിയിരിക്കണം എന്ന് ഒരു കരാർ ഒപ്പിട്ടില്ല. അതാണ് ഈ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കരാറുകളിലെല്ലാം വ്യവസ്ഥകളിൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് തിരുത്തിക്കൊണ്ട് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് വന്നപ്പോഴും ഈ ഒരു മണ്ടത്തരം കാണിച്ചു വെച്ചു. അങ്ങനെ വന്നപ്പോൾ ഈ സ്മാർട്ട് സിറ്റിക്ക് എത്ര കാലം വേണമെങ്കിൽ ഈ പദ്ധതി നീട്ടി കൊണ്ടുപോകാം. കരാറിൽ കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവർക്ക് പദ്ധതി നീട്ടിക്കൊണ്ടുപോകാം. അങ്ങനെ നീട്ടിക്കൊണ്ടുപോയപ്പോൾ ഈ ഗവൺമെന്റ് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഗവൺമെന്റ് ഇപ്പോൾ ഇതിനെ പിന്നെ ടികോമിനോട് പൊയ്ക്കൊള്ളാൻ പറയും. നിങ്ങൾക്ക് എന്ത് നഷ്ടം വന്നാലും ഞങ്ങൾ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് ടികോമിനോട് പോകാൻ പറയുകയും ചെയ്തു. മറ്റൊരു ദിവസം തീരുമാനമെടുത്തിരിക്കുന്നത് അതാണ് വിവാദമായിരിക്കുന്നത്. ഇതിനകത്ത് ഇനി ഒരു കാര്യമുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് പിന്നെ മാഫിയകളുടെ കളി വേണ്ടിയിട്ടാണ് ഈ ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നതെന്ന് അന്ന് CPM പറഞ്ഞ, അന്ന് ആക്ഷേപം ഉന്നയിച്ച, അന്ന് പ്രതിഷേധിച്ച, സമരങ്ങൾ നടത്തിയ CPM-ന് ഇപ്പോൾ വരുന്നത് 244 ഏക്കർ ഭൂമി CPM-നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചില മുതലാളിമാർക്ക് എത്തിക്കാനുള്ള ഒരു തന്ത്രപരമായ ഒരു നീക്കമാണ് ഈ ടികോമിനെ ഇതിൽ നിന്നും മാറ്റാൻ ഇപ്പോ ഈ ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു
വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ടീകോമിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. എന്നാലും 248 ഏക്കർ ഭൂമി CPM-ന്റെ അനുഭാവികളായ ചില മുതലാളിമാർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നു. ഇതാണ് നമ്മൾ സ്മാർട്ട് സിറ്റിയെ കുറിച്ച് കൂടുതൽ നമ്മൾ കാണുമെങ്കിൽ പോലും അവിടെ ഒരു പദ്ധതി ഈ അടുത്ത കാലത്ത് 2019 നവംബർ മാസത്തിലാണ് തോന്നുന്നു ഒരു സോളാർ പദ്ധതി ഏകദേശം 564 കിലോ വാട്ട് സോളാർ പവർ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയൊക്കെ ഉദ്ഘാടനം നടത്തി ഒരു പദ്ധതി ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഈ ടീകോമിന്റെ പദ്ധതികളൊന്നും തന്നെ അവർ കൊണ്ടുവന്ന പദ്ധതികളൊന്നും തുടങ്ങിയിട്ടില്ല. ഇതാണ് നമ്മൾ കാണുന്നത്. മൊത്തത്തിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളുടെ ഇത് നീണ്ടുപോയി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. കാരണം കേരളത്തിൽ ഏത് പദ്ധതി വന്നാലും ഇതാണ് അവസ്ഥ. അന്ന് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി വികസനത്തിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വ്യവസ്ഥകളെല്ലാം കടഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ കേരളത്തിന് വേണ്ടി നല്ലൊരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു. 90,000 യുവാക്കൾക്ക് അഭ്യസ്ത വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കിട്ടും, IT വിദഗ്ധർ കിട്ടും. അതിനകത്ത് കേരളത്തിന് 16% ഓഹരിയും 84% ഓഹരി ടീകോമിനും എന്ന വ്യവസ്ഥയാണ് വെച്ചത്. എന്നിട്ട് 90,000 IT ഫെലോകൾക്ക് നമുക്കിവിടെ ജോലി കിട്ടാനുള്ള സംവിധാനമാണ്. അതിൽ 60% IT-യും IT-യുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളാണ് അവിടെ വരേണ്ടത്. ബാക്കി മാത്രമേ മറ്റെന്തെങ്കിലും വ്യവസായങ്ങൾ അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ വലിയ കൊട്ടിഘോഷിച്ച ഒരു കരാറായിരുന്നു ഈ സ്മാർട്ട് സിറ്റി കരാറായിട്ട് അച്യുതാനന്ദ ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഇതാ കിടക്കുന്നു. അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നു. വീണ്ടും പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നു. സ്മാർട്ട് സിറ്റി ഒരിടത്തും എത്തിയിട്ടില്ല. അവിടെ വ്യവസായങ്ങൾ തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഭൂമി പലരുടെയും കയ്യിലായിരിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. കേരളത്തിന്റെ ഒരു പദ്ധതി പോലും നേരെ ചെവ്വേ കൊണ്ടുവരാനുള്ള ആർജവം കേരളത്തിലെ രണ്ട് മുന്നണികൾക്കുമില്ല. പ്രത്യേകിച്ച് ഈ ഗവൺമെന്റിന് ലക്ഷ്യം ചില റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾ മാത്രമാണ്. ഈ സിൽവർ ലൈൻ വരുന്നത് പോലും ഒരു സിൽവർ ലൈൻ എന്ന് പറഞ്ഞാൽ വേഗത കൂടിയ തീവണ്ടി കൊണ്ടുവരിക അല്ലെങ്കിൽ ട്രെയിൻ കൊണ്ടുവരിക എന്നുള്ളതല്ല. അതിന്റെ പിന്നിലുള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോഴും ഈ സിൽവർ ലൈനിന് വേണ്ടി വീണ്ടും 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 അത് കൊണ്ടുവരും എന്ന് പറയുന്നത്. കാരണം റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ താല്പര്യം നിലനിർത്തുകയും അതിൽ നിന്നുള്ള ചില കാര്യങ്ങൾ പാർട്ടി നിലനിൽക്കാൻ ഒരു 10, 20, 25 വർഷം സർക്കാർ ഇല്ലെങ്കിൽ പോലും പാർട്ടി സഖാക്കൾക്ക് നിലനിൽക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കണം എന്ന താല്പര്യം മാത്രമാണ് ഈ ഗവൺമെന്റിനുള്ളത്.